ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. ഒറ്റപ്പാലം പനമണ്ണ ഇത്തിയൻ മലയിലെ കരിങ്കൽ ക്വാറിക്ക് നൽകിയിരുന്ന സ്റ്റോപ്പ് മെമ്മോ മരവിപ്പിച്ച നഗരസഭാ സെക്രട്ടറിയുടെ പുതുക്കിയ ഉത്തരവിന് കൗൺസിൽ യോഗത്തിന്റെ തിരുത്ത്. ഭാഗികമായി പ്രവർത്തനാനുമതി നൽകിയ സെക്രട്ടറിയുടെ ഉത്തരവ് ഇന്നലെ ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗം റദ്ദാക്കി. ഈ വിഷയം ചർച്ച ചെയ്താലാണ് തീരുമാനിക്കാൻ പറ്റും. അതല്ലാതെ ഈ കാര്യത്തിൽ നിൽക്കില്ല. ഇത് കോടതി പോലും സ്വാഭാവികമാണല്ലോ. ഈ കാര്യത്തിൽ നമുക്ക് ഇത് നമ്മുടെയൊക്കെ ആഗ്രഹത ഈ കോരി പ്രവർത്തിക്കരുത്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളതാണല്ലോ. അതിനാണ് നമ്മൾ ഉദ്ദേശമെങ്കിൽ ഈ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ തീരുമാനം എടുത്താൽ അത് നിലനിൽക്കില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം, ഒരു വിരോധമില്ല. പക്ഷെ നിലനിൽക്കാതെ കാരണം ഇത് അറിയാത്ത പൊതുവായ അജണ്ട ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിൽ കൗൺസിലർമാരുടെ ഏകകണ്ഠമായ ആവശ്യം പരിഗണിച്ചാണ് ക്വാറി വിഷയം സപ്ലിമെന്ററി അജണ്ടയായി പരിഗണിച്ചത്. നാട്ടുകാരുടെ പരാതി പരിഗണിച്ച് ഒരാഴ്ച മുൻപാണ് ക്വാറിക്ക് സെക്രട്ടറി സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. സബ് കളക്ടർ അഞ്ജിത് സിംഗിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയായിരുന്നു നടപടി. ക്വാറിയിലേക്ക് പുതുതായി നിർമ്മിക്കപ്പെട്ട റോഡിൽ അശാസ്ത്രീയമായാണ് മണ്ണ് തള്ളിയിരിക്കുന്നതെന്നായിരുന്നു പരിശോധനയിൽ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ ന്യൂനത. ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു നഗരസഭാ സെക്രട്ടറിയുടെ സ്റ്റോപ്പ് മെമ്മോ ഉത്തരവ്. ദിവസങ്ങൾ പിന്നീടും മുൻപ് ഇത് ഏകപക്ഷീയമായി മരവിപ്പിച്ചതാണ് വിവാദമായത്. നടപടി അംഗീകരിക്കാനാകില്ലെന്ന് സെക്രട്ടറിയെ രേഖാമൂലം അറിയിച്ചിരുന്നെന്ന് നഗരസഭാ അധ്യക്ഷ MK ജയസുധ യോഗത്തിൽ വ്യക്തമാക്കി. അതേസമയം ക്വാറിയിൽ അശാസ്ത്രീയമായി കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കം ചെയ്യാനാണ് അനുമതി നൽകിയതെന്നും ഖനനത്തിന് അനുമതി നൽകാനോ നിഷേധിക്കാനോ ഉള്ള അധികാരം തനിക്കില്ലെന്നും നഗരസഭാ സെക്രട്ടറി വ്യക്തമാക്കി. അശാസ്ത്രീയമായ കരിങ്കൽ ഖനനം ജനവാസ മേഖലയ്ക്ക് ഭീഷണിയാണെന്നും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്നുമാണ് നാട്ടുകാരുടെയും ജനകീയ സമിതിയുടെയും പരാതി. ഈ ചർച്ചയ്ക്ക് അവസരം കൊടുക്കുന്ന നല്ല കാര്യമാണ്. ഈ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.